നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഓപ്ഷൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് പ്രിപ്പറേഷനെ ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഒരു പ്രോപ്പർ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്ത് പോകാൻ. ഹായ്, നമ്മളൊരു എക്സാംസിന് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾക്കൊരു ചെറിയ ഡൗട്ട് വരും, ഏത് എക്സാമിന് വേണ്ടി ആദ്യം പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ എക്സാംസ് ഒരുപാടുണ്ട്. SSCയുടെ അണ്ടറിൽ നമുക്ക് ഒരുപാട് മേജറും മൈനറും ആയിട്ടുള്ള എക്സാംസ് വരുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ വരും 10ാം ക്ലാസ് ആയിരിക്കും. നമുക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി എളുപ്പമുള്ള എക്സാം അല്ലേ, ആദ്യം അത് ഫോക്കസ് ചെയ്താലോ. അത് നിങ്ങൾക്ക് പിന്നെ CSSL പോലത്തെ എക്സാംസ് ആണ് +2 ക്വാളിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ 10th ക്ലാസ് ലെവലിൽ തന്നെ വരുന്ന വേറെയും എക്സാംസ് ഉണ്ട്. ഇപ്പം 10ാം ക്ലാസ്സിൻ്റെ എക്സാം വെച്ചുള്ള ആദ്യത്തെ സിമ്പിൾ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെയും വരുന്ന പ്രശ്നമാണ്, ഓക്കെ, ഏതാണ് ആദ്യം നോക്കേണ്ടത്? MTS നോക്കണോ, SSCയുടെ GD നോക്കണോ, അതോ വേറെ സ്റ്റെനോ പോലത്തെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറഞ്ഞുള്ള ഒരു എക്സാമിന് നോക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഇപ്പോൾ +2 കൂടി വരുമ്പോൾ സ്റ്റെനോ അല്ലെങ്കിൽ നമ്മുടെ CSSL ഇതേപോലത്തെ എക്സാംസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ നമ്മുടെ CGL ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് CGL, അതുപോലെ CPO, ഇങ്ങനെ ഒരുപാട് എക്സാംസ്. ഇപ്പം നമ്മൾ തന്നെ ഈ ഒരു 10, 11, 10, 12 ഡിഗ്രി വെച്ച് നമ്മളിപ്പോൾ കുറേ എക്സാംസ് പറഞ്ഞു. അപ്പം SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ വരുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് ഏത് എക്സാമിന് ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളത്. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ എസ്പെഷ്യലി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ കൺഫ്യൂഷൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ആദ്യം സിമ്പിൾ എക്സാം നോക്കിയിട്ട് അടുത്ത വർഷം അതിനേക്കാളും ബെറ്റർ എക്സാം നോക്കിയാലോ, അതോ ആദ്യം തന്നെ ഞാൻ CGL എക്സാമിൽ നിന്ന് നോക്കാം. എന്തുകൊണ്ട് എനിക്ക് ഓൾറെഡി ഗ്രാജുവേഷൻ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, സോ എനിക്ക് CGL ഞാൻ ക്വാളിഫൈഡ് ആണ്, സോ CGL ആദ്യം നോക്കിയാലോ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട്. അതുപോലെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്തായാലും നമുക്ക് പിന്നെയും വരുന്ന കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം, ഏത് ഏരിയയിൽ നിന്നാണ് പഠിക്കേണ്ടത്, ഏത് മെറ്റീരിയൽസ് ആണ് റെഫർ ചെയ്യേണ്ടത്, ഏതായിരിക്കും ഏറ്റവും നല്ല മെറ്റീരിയൽസ് എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സാധനം പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എസ്പെഷ്യലി ഒരുപാട് പേരും ചെയ്യുന്നൊരു കാര്യമാണ് യൂട്യൂബിൽ പോയിട്ട് പഠിക്കാം എന്നൊരു ആംഗിൾ. യൂട്യൂബിൽ ചെന്ന് പഠിക്കുന്ന സമയത്തായാലും പിന്നെയും വരുന്നൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ഒരു ക്ലാസ് കണ്ട് പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പം സൈഡിൽ നിന്ന് സജഷൻസിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ, കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചിലപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ വീണ്ടും നമ്മൾ ആ വീഡിയോയിലേക്ക് പോകും. പിന്നെ നമ്മൾ അതിലെ കുറേ പാർട്സ് കണ്ടതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് വേറെ വീഡിയോയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് കാരണം ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ടോപ്പിക്കിൻ്റെ മേളിൽ തന്നോ അല്ലെങ്കിൽ ഒരു ഏരിയ കവർ ചെയ്യാൻ തന്നെ നമ്മൾ പല വീഡിയോസ് റെഫർ ചെയ്ത് നമ്മൾ ഒരുപാട് സമയം കളയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറേ ഇഷ്യൂസ് ആണ് ഇങ്ങനത്തെ കുറേ എന്താ പറയുക, നമ്മുടെ മെറ്റീരിയൽസിലായാലും ശരി, എക്സാംസിൻ്റെ സെലക്ഷനിലായാലും ശരി, പഠിക്കാനുള്ള ടോപ്പിക്സിലുള്ള പ്രശ്നങ്ങളായാലും ശരി, ഓരോരോ സെഷൻസിൽ നമുക്കിപ്പോൾ ഓരോ സെക്ഷൻസ് എടുക്കുമ്പോൾ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ഇങ്ങനെ കുറേ ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങളും വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസാണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടി ഒരു സൊല്യൂഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ തന്നെ ആദ്യമേ കറക്റ്റായിട്ടൊന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യമേ നിങ്ങൾ അതിനൊന്ന് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്യുക, ഏത് എക്സാമാണ് നിങ്ങൾ നോക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഏതാണ്? ഇപ്പം ഞാനിപ്പോൾ SSC എക്സാംസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം SSC മാത്രമല്ല, ഇതിങ്ങനെ ഒരു ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ വരുന്ന വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്, ബാങ്ക് എക്സാംസ് ഉണ്ട്, UPSC എക്സാം ഇൻട്രസ്റ്റ് ഉള്ളവർ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വേറെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് പോകണോ, ഒരു ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സെക്ടറിലേക്ക് പോകണോ, അതോ SSC പോലത്തെ കുറച്ചുകൂടി ഒരു പബ്ലിക്കായിട്ട് ഇൻട്രാക്ഷൻ കുറച്ചുകൂടി കൂടിയ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്ന, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ കൂടുതലുള്ള പോസ്റ്റുകളിലൊക്കെ വരുന്ന SSC പോലത്തെ എക്സാംസിലേക്ക് പോകണോ, അതോ ഒരുപാട് വേക്കൻസി ഒക്കെ വരുന്ന റെയിൽവേ പോലത്തെ എക്സാംസിലേക്ക് പോകണോ, ഏതാണ് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ചൂസ് ചെയ്യാം. വൺസ് അതൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം എന്നല്ല, ആ ഒരു എക്സാമിൻ്റെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സാംസ് കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ SSC എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. ഇപ്പോൾ SSC എക്സാമിൽ തന്നെ നിങ്ങളൊരു എക്സാം സെലക്ട് ചെയ്യുകയാണ്, SSCയുടെ CGL. അങ്ങനെയാണെങ്കിൽ ഇതേ CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം CGL ഒരു വർഷം ഒരിക്കലേ നടക്കാറുള്ളൂ. ഈ ഒരു എക്സാം നമുക്ക് ഒരു വട്ടം മിസ്സായാൽ അടുത്ത വർഷമേ പിന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമായിരിക്കും, SSCയുടെ CGLൻ്റെ അതേ എക്സാം പാറ്റേണിലും ആണ് നമ്മുടെ SSCയുടെ CSSLൻ്റെ എക്സാം നടക്കുന്നത്. അതേ സെയിം സിലബസിൽ ചെറിയൊരു പാറ്റേണിൽ വ്യത്യാസത്തിലാണ് നമ്മുടെ MTSഉം GDയും സെലക്ഷൻ പോസ്റ്റ് ഒക്കെ തന്നെ നടക്കുന്നത്.
അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യില്ല. ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ വരുന്നൊരു ഇഷ്യൂ ആണ്, ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം വീണ്ടും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നുള്ളത്. നമുക്ക് ബാക്ക് ടു ബാക്ക് എക്സാംസ് ആയിരിക്കണം, ആൻഡ് ബാക്ക് ടു ബാക്ക് എക്സാംസ് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ്ങും പ്രിപ്പറേഷനും കൊണ്ടുപോകേണ്ടത്. ആൻഡ് ഈ വർഷത്തെ SSCയുടെ എക്സാംസ് എല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാക്ക് ടു ബാക്ക് ആണ് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്, ആൻഡ് ബാക്ക് ടു ബാക്ക് ആണ് എക്സാംസ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ജൂലൈ ലാസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് തൊട്ട് നമുക്ക് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് എക്സാംസ് ആണ് വരുന്നത്. സോ അത് നിങ്ങൾ നല്ലപോലെ പ്ലാൻ ചെയ്യുക. ആൻഡ് ഈ വട്ടം നമുക്ക് ഈ വരുന്ന എക്സാംസ് ഒക്കെ തന്നെ വളരെ ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ വട്ടം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കുറച്ചുകൂടി ഒരു ഒക്ടോബർ നവംബർ സമയത്ത് നടക്കുന്ന എക്സാംസിനെ ടാർഗറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത വർഷം വരുന്ന എക്സാംസ് ഏതാണോ ആ എക്സാംസിനെ നിങ്ങൾ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളായിട്ട് കീപ്പ് ചെയ്യുക. ലൈക്ക് CGL എക്സാം നമുക്കിപ്പോൾ ഈ വട്ടത്തെ CGL ഓഗസ്റ്റ് 13 വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70 ദിവസം 75 ദിവസം പോലും ഇല്ല ഇനി. പക്ഷേ നമുക്ക് ഈ ഒരു കുറച്ചുകൂടി ഒരു ഒക്ടോബർ നവംബർ ആ സമയത്തേക്ക് വരുന്ന എക്സാംസ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലൈക്ക് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ ഒക്കെ കോൺസ്റ്റബിളിൻ്റെ എക്സാംസ് ഒക്കെ ഉണ്ട്, നമ്മുടെ SSCയുടെ GD പോലത്തെ ഹ്യൂജ് വേക്കൻസിയുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അതിൻ്റെയും പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നത്, സിലബസിൽ വ്യത്യാസം ഒട്ടും തന്നെ വരുന്നില്ല, പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പഠിക്കുന്നതും കുറച്ചുകൂടി കുറവാണ്, ഇംഗ്ലീഷ് പഠിക്കേണ്ട റെയിൽവേ എക്സാംസിൽ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സാംസ് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് അൾട്ടിമേറ്റ് ഗോളായിട്ട് എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ എക്സാംസ് കീപ്പ് ചെയ്യുക. ലൈക്ക് നമ്മുടെ CGL പോലത്തെ എക്സാംസ് അടുത്ത വർഷം നിങ്ങൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും എന്നൊരു ആംഗിൾ നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കുക. സോ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഏരിയ ഫിക്സ് ചെയ്യുക, ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയത്, അതിൻ്റെ പാരലായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഫിക്സ് ചെയ്യുക, ഏതൊക്കെയാണ് ആ ഒരു ഷെഡ്യൂളിൽ ആദ്യമേ വരുന്നത് അവസാനം വരുന്നത്, എന്താണ് നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ടേം ഗോൾസ് ഏതാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ ഏതാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നല്ലത്, ഏത് ബുക്കാണ് നല്ലത്, ഏത് ഓതറിൻ്റെ ബുക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ഏത് ആദ്യമേ പഠിച്ചാൽ നന്നായിരിക്കും എന്നുള്ള കുറേ ഇഷ്യൂസ് പിന്നെയും ഫേസ് ചെയ്യും. നമ്മൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ പിന്നെ വരുന്നൊരു മെയിൻ ഇഷ്യൂ ആണ്, ഒരുപാട് മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ കളക്ട് ചെയ്യും. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടോപ്പിക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരേ സബ്ജക്റ്റിന് തന്നെ പല ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വാങ്ങും, പല ബ്രാൻഡുകളുടെ. ഇത് കൂടാതെ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെലിഗ്രാം പോലത്തെ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് പിന്നെയും നമ്മൾ കിട്ടും. നമ്മൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കും. പക്ഷേ എവിടെ നിന്ന് പിന്നെ പഠിക്കണമെന്ന് മനസ്സിലാവാതെ ഒരുപാട് ക്രൗഡഡ് ആവും നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. നിങ്ങളൊരു ബുക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ആ ബുക്കിനെ കുറിച്ച് റെഫർ ചെയ്യുക. ഏത് ബുക്കാണ് ഏറ്റവും നല്ലതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ തന്നെ എല്ലാം കൂടി കളക്ട് ചെയ്ത് വെക്കുന്നതിന് പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് കളക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ബുക്ക് വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഏരിയ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ തന്നെ ഒരു പ്രോപ്പർ ക്ലാസ് പോലെ, നമ്മൾ നേരത്തെ യൂട്യൂബിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞായിരുന്നു, യൂട്യൂബിൽ ചെന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂ. പക്ഷേ അതിനൊക്കെ പകരം ഒരു പ്രോപ്പർ ക്ലാസ്സസ് നമുക്കൊരു പ്രോപ്പർ ഷെഡ്യൂളിലൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കത് പഠിച്ചു പോകാനും ചെയ്യാനും ഒക്കെ തന്നെ. അപ്പോൾ എസ്പെഷ്യലി ഇപ്പം റീസെൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയവരായിരിക്കും ഈ ഒരു ഇഷ്യൂ ഒക്കെ തന്നെ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, ഒരു ദിവസം എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇത് കൂടാതെ പാരലായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾ എന്ത് കവർ ചെയ്യും, ഇന്ന് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പോയത്, അല്ലെങ്കിൽ ഇന്നലെ പോയ ടോപ്പിക്സിൻ്റെ അഡ്വാൻസ് ഇന്ന് കവർ ചെയ്യും എന്നൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സസ് കറക്റ്റായിട്ട് ഷെഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മളൊരു ഓപ്പൺ സോഴ്സ് ലൈക്ക് യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഓപ്ഷൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഒരുപാട് സമയവും നമ്മുടെ പ്രിപ്പറേഷനെ ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഒരു പ്രോപ്പർ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്ത് പോകാനും ഓരോ ടോപ്പിക്സ് തീർന്നതിന് ശേഷം അതിൻ്റെ അഡ്വാൻസോ അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ സോഴ്സസ് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്കത് നല്ലപോലെ ആ ഒരു പഠിച്ച കാര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്കൊരു പ്രോപ്പർ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മൾ ഓപ്പൺ സോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലിഗ്രാമും പല ഗ്രൂപ്പ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിന് പകരം കറക്റ്റുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കുക പ്രിപ്പയർ ചെയ്യുന്നവരോട്. എന്നിട്ട് അതിന് ശേഷം ആ ഒരു മെറ്റീരിയൽസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ് നിങ്ങളൊന്ന് റെഫർ ചെയ്തതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 ഓപ്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ആ 2-3 ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കംഫർട്ടബിൾ ആണോ, മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ഏതാ കുറച്ചുകൂടി എളുപ്പം എന്നുള്ളതൊക്കെ നോക്കി നിങ്ങൾ അത് നോക്കിയിട്ട് ഒറ്റ ഒരെണ്ണം നോക്കി അത് ആദ്യമേ വാങ്ങുക. അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പുതിയ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതിലേക്ക് പുതിയ മെറ്റീരിയൽസിലേക്ക് പോകുകയോ ചെയ്യുക. പക്ഷേ ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റാസ് എല്ലാം ക്രൗഡഡ് ആക്കില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ നോട്ട്സ് എല്ലാം ക്രൗഡഡ് ആക്കില്ല. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ ഇനീഷ്യൽ പ്രിപ്പറേഷനിൽ മാത്രം കളയുന്നത്. നമ്മുടെ ഇനീഷ്യൽ പ്രിപ്പറേഷൻ്റെ ഒരു ടൈം നമുക്കൊരു 3 തൊട്ട് 4 മാസത്തിൽ തന്നെ നിൽക്കണം. ഒരു 3 to 4 months തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സിലബസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്യാൻ പറ്റണം നമുക്ക്. അല്ലാതെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പലരും 1 വർഷം 2 വർഷം പോകുന്ന പോലും അറിയാറില്ല.
ആ ഒരു ഇഷ്യൂ ഒരിക്കലും നിങ്ങൾ ഫേസ് ചെയ്യില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ നോട്ട്സ്, നിങ്ങൾ പഠിക്കുന്ന സോഴ്സ്, നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് എക്സാം ടാർഗറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടോ, അതോ ചുമ്മാ വരുന്ന എക്സാംസ് ഒക്കെ എഴുതി പോവാം എന്നൊരു പ്ലാൻ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യുക, ആ ഒരു ബുക്സ് ഏതാണ് ഫോളോ ചെയ്യുന്നത് ആദ്യമേ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങളത് പഠിക്കുന്നത്, ഏത് ക്ലാസ്സസ് ആണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇനീഷ്യൽ പ്രിപ്പറേഷൻ ഒരു 3 to 4 months ടാർഗറ്റിൽ തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. വൺസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ സോഴ്സസിൽ നിന്ന് എക്സ്ട്രാ പഠിക്കാനും, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനൊക്കെ ശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എപ്പം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ബേസിക് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 70% 80% ഓഫ് ദ പ്രിപ്പറേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. ആ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴും ആദ്യം ഇത് ചെയ്ത് തുടങ്ങണമെന്ന് ഒരുപാട് പേർക്കും ഡൗട്ട് കാണും. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യമേ കവർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ട്രൈ ചെയ്യുക. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകേണ്ടത്. ഞാൻ ഫുൾ മോക്ക് ടെസ്റ്റിൽ സ്കോർ എത്ര വേണം എന്നുള്ളത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അത് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 time ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലപോലെ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞുതരാൻ ഒരു മെൻറ്റർ ഉള്ളത് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നേരത്തെ ജോലി കിട്ടിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം. പക്ഷേ അത് എപ്പോഴും അപ്ഡേറ്റഡ് വൺ ആയിരിക്കണം. നിങ്ങൾക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും എക്സാമിൻ്റെ പാറ്റേൺസിലും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന മെറ്റീരിയൽസും ബ്രാൻഡുകളിലും സാധനങ്ങളും ഒക്കെ തന്നെ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പഴയ മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിൾ ആയിരിക്കില്ല. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എക്സാം പ്രിപ്പറേഷനിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ആയിരിക്കും. ഓൾറെഡി പലരും ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയായിരിക്കും ഇതൊക്കെ. ഈ ഒരു ഇഷ്യൂസ് ഒക്കെ തന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അറ്റ് ദ സെയിം ടൈം ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസ് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാതിരിക്കുന്ന എക്സാംസ്, ഒരുപാട് എക്സാംസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ട്. ആ വരാതിരിക്കുന്ന എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ എഴുതി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു നല്ല ജോലിയിലേക്ക്, ഒരു നല്ല കരിയറിലേക്ക് എത്താൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ആ സ്റ്റെപ്സ് ഏറ്റവും നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കൂടുതൽ അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അതല്ല നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഓഫർ പ്രൈസുകളിൽ ഇപ്പോഴത്തെ ഓഫേഴ്സിൽ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ബാച്ചസിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നല്ലപോലെ അടുത്ത 1 year കണ്ടിന്യൂ ചെയ്യാം. വരാതിരിക്കുന്ന നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എക്സാം റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വരും നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.